സുഹൃത്തുക്കളെ, നമ്മുടെ കേരളീയ വിചാര വിപ്ലവത്തിന് തുടക്കം കുറിച്ച യുക്തിവാദിയ മാസികകളെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം 1977 പ്രസിദ്ധീകരിച്ചൊരു മാസികയാണ് യുക്തി വിചാരം എന്ന മാസിക. ഇത് തൃശ്ശൂരിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. AV ജോസ് എന്ന പ്രമുഖ യുക്തിവാദിയുടെ നേതൃത്വത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. ഈ മാസികയുടെ പതിപ്പ് അന്ന് ഇറക്കിയ രീതി ഇങ്ങനെ തന്നെയാണ്. അവസാനം വരെ 35 വർഷം ഈ മാസിക ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയുടെ പ്രവർത്തനം മാത്രമാണ് ഉണ്ടായിരുന്നത്, സംഘടനയല്ല. AV ജോസ്, ഞങ്ങളെ ജോസ് ചേട്ട എന്ന് വിളിക്കുന്ന AV ജോസ് ആണ് നേതൃത്വം കൊടുത്തത്. 35 വർഷം വ്യക്തി നടത്തിയ മാസികയാണ്. കേരളീയ വിചാര വിപ്ലവത്തിന് വളരെയധികം പങ്ക് വഹിച്ചൊരു മാസികയാണ് യുക്തി വിചാരം. 1978 പ്രഖ്യാപനം എന്നൊരു മാസിക ഉണ്ടായിരുന്നു. അതായത് 58 രൂപീകൃതമായ മിശ്രവിഭാഗ സംഘത്തിന്റെ മിശ്രവിഭാഗ ബുള്ളറ്റിൻ എന്ന പ്രസിദ്ധീകരണത്തിന് ശേഷം സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഇതിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി യുക്തിവാദികളും മിശ്രവിഭാഗത്തിലും ഒറ്റ രാഷ്ട്രീയ ശക്തിയായി മാറണമെന്ന മിശ്രവിഭാഗ സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പൗത്രന്റെ അഭിപ്രായത്തിൽ ഒരു സംഘടന ഉണ്ടാക്കി, ജനകീയ വിമോചന മുന്നണി. അതിന്റെ ആശയപ്രചരണത്തിനാണ് പ്രഖ്യാപനം എന്നൊരു മാസിക 1978 പുറത്തിറക്കിയത്. അടുത്ത് വരുന്ന മാസിക 1978 രണരേഖ. രണരേഖ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രമുഖ യുക്തിവാദി ഈ കൊല്ലത്ത് നിന്നാണ് അത് ഇറക്കുന്നത്. അദ്ദേഹം ശ്രീനി പട്ടത്താണ്. അദ്ദേഹം SN കോളേജിലെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തുടങ്ങിയ മാസികയാണ്. അത് മനസ്സിലായി. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എത്ര പ്രായം ഉപയോഗിക്കാമല്ലോ. തുടർന്ന് അദ്ദേഹത്തിന് സർക്കാർ സർവീസിലേക്ക് സേവനം ലഭിച്ചപ്പോൾ ഈ മാസിക തിരുവനന്തപുരത്തിലേക്ക് മാറ്റുകയും അത് കല്ലൂർ പ്രസിഡന്റ് രാജാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇതിന്റെ ആ മാസിക രണരേഖ എന്ന മാസികയിലാണ് എഡൻബർഗിന്റെ ഭഗവത്ഗീത വിമർശന പഠനം എന്ന ലേഖനങ്ങൾ വന്നുകൊണ്ടിരുന്നത് ഉള്ളത്. പിന്നെ വരുന്ന മാസികയാണ് യുക്തിരേഖ. യുക്തിരേഖ ഈ കേരള യുക്തിവാദി സംഘത്തിന്റെ, കേരളത്തിലെ ഏറ്റവും വലിയ യുക്തിവാദി സംഘടനയായ കേരള യുക്തിവാദി സംഘത്തിന്റെ മുഖമാസികയാണ്. അത് ഇന്നും നിലവിൽ ഇറങ്ങുന്ന ഏക മാസിക എന്നാണ് അറിവ്. ആ മാസിക ഈ രീതിയിലാണ് ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഇതിന്റെ തുടക്കം അത് പവനാണ്. പവനൻ, അതായത് യുക്തിവാദി സംഘത്തിന്റെ മുഖമാസികയായിട്ട് കൂടി ആലോചിച്ചിരിക്കണ ഫൗണ്ടർ എഡിറ്റർ പവനാണ്. പല ആൾക്കാരും ഇതിന്റെ പത്താം സമിതി വന്നിട്ടുണ്ട്. ഇന്നും എല്ലാ മാസവും കൃത്യമായി ആ മാസിക പ്രസിദ്ധീകരിച്ചിറക്കുന്നുണ്ട്. കേരളീയ ചരിത്രത്തിലും നിലവിലുള്ള വ്യവസ്ഥയിലും അത് ചലനം സൃഷ്ടിക്കുന്ന മാസികയാണ്. പിന്നെ വന്നത് 1988 യുക്തിരാജ്യം. യുക്തിരാജ്യം മാസിക ഈ ശ്രീനി പട്ടത്താൻ നേതൃത്വത്തിൽ രണരേഖ നിന്ന സമയത്ത് ആദ്യം ഇറങ്ങുന്നത് ടാബ്ലറ്റ് ടൈപ്പ് ആണെങ്കിൽ പിന്നെ ഈ രൂപേണ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവസാന സമയത്തില് ഈ ചെറിയ രൂപത്തിലാണ് ഈ മാസിക ഇറങ്ങിയത്. യുക്തിരാജ്യം ഇതിലെ പ്രമുഖ കക്ഷികളുടെ പല പ്രമുഖ കക്ഷികൾ, എഡൻബർഗിന്റെ ലേഖനം വന്നിട്ടുണ്ട്, വീറ്റിയുടെ ലേഖനം വന്നിട്ടുണ്ട്, പല പല പ്രമുഖ കക്ഷികളുടെ ലേഖനങ്ങൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ജോസഫ് പടക്കന്റെ ലേഖനങ്ങൾ എല്ലാം അതിൽ വന്നിട്ടുണ്ട്. അടുത്ത കാലം വരെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ വരുന്നത് 1998 എന്റെ കൂടി സുഹൃത്തായ ആലപ്പുഴയിലുള്ള സതീഷ് കൈതമരം ഇറക്കിയ പൾസ് എന്ന മാസിക. പൾസ് ഈ രൂപേണയാണ് ഇറക്കിയത്. ഒരു വ്യക്തിയാണ്. ആലപ്പുഴയിൽ സതീഷ് കൈതമരം ഇറക്കിയ യുക്തിവാദി മാസികയാണ് പൾസ്. ഒരു കവർ പേജൊക്കെ അല്ല, ലേറ്റ് കോവിന്റെ ഒക്കെ ഇതൊക്കെ ഇറക്കിയിട്ടുണ്ട്. കൃതികളുടെ പരസ്യമൊക്കെ ഇതിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഒരു വ്യക്തി നടത്തിയ ഒരു മാസിക എന്നുള്ള പ്രാധാന്യം അതുകൊണ്ട് സുഹൃത്ത് ഇപ്പോഴും യുക്തിവാദ പ്രവർത്തകനാണ് സതീഷ് കൈതപരം ആ മാസിക ഇറക്കിയത്. പിന്നെ വരുന്നത് 2007 നവോത്ഥാനം എന്നൊരു മാസിക ഉണ്ടായിരുന്നു. അത് കേരള മിശ്രവിഭാഗ വേദി എന്ന സംഘടനയുടെ മുഖമാസികയാണ്. അതിന്റെ പത്രാധിപർ രാജഗോപാൽ ഭാഗത്താനമാണ്. മിശ്രവിഭാഗ വേദി എന്ന ഒരു സംഘത്തിന്റെ മുഖമാസികയായിട്ട് ആണ് അത് ഉണ്ടായിരുന്നത്. പിന്നെ 2009 നവോത്ഥാന നാസ്തികം എന്നാണ് ഈ രീതിയിലാണ് ഈ മാസിക ഇറങ്ങിയിട്ടുള്ളത്. നവോത്ഥാന നാസ്തികം. ഈ മാസിക യഥാർത്ഥത്തിൽ ഇറക്കിയത് ഇന്ത്യൻ യുക്തിവാദി സംഘം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ
മുഖ മാസികയിട്ടാണ്. ആ മാസികയുടെ ഈ ടാഗ്ലൈൻ അതായത് ഇത് ഇത് മലയാളത്തിന്റെ സമരോത്സവ യുക്തിവാദി മാസിക എന്നായിരുന്നു. ഇതിന്റെ എഡിറ്റർ എന്ന് പറയുന്നത് PR ഷാജിയാണ്, സുഹൃത്താണ്. ഈ മാസികയിലാണ് നമ്മൾ ഇത് മുമ്പ് യുക്തിവാദി മാസികകളിലെ മതവിമർശനവും ജാതി ഉന്മൂലന ലേഖനങ്ങളൊക്കെ ആയിരുന്നെങ്കിലും ഈ മാസികയിൽ കണ്ടതാണ് ഈ കപട ചികിത്സയ്ക്ക് എതിരെയുള്ള ലേഖനങ്ങൾ. അതായത് ആ ചികിത്സയിലെ ശാസ്ത്രീയത ഇല്ലാത്ത ആയുർവേദം, ഹോമിയോ, യോഗ പോലുള്ള ശാസ്ത്രീയത ഇല്ലാത്ത ചികിത്സാ രീതിയെ വിമർശിച്ചിട്ടുള്ള ലേഖനം. ഡോക്ടർ മനോജ് കൊമ്പത്തിന്റെ ലേഖനം ഉണ്ടായിരുന്നു, ജോസഫ് വടക്കന്റെ ലേഖനം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ആധുനിക ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്ന ഇതിലാണ് ഈ മാസിക നമ്മൾ മനസ്സിലാക്കാം. പിന്നെ അവര് ഇറക്കിയ പിന്നെ യുക്തി എന്നൊരു മാസിക, ഒരു ബുള്ളറ്റിൻ ഇറക്കി 2012. അത് ഇറക്കുന്നത് എറണാകുളത്ത് യുക്തിവാദ പഠന കേന്ദ്രത്തിന്റെ ഒരു ബുള്ളറ്റിനായിട്ടാണ് ഇറങ്ങിയത്. അത് യുക്തി എന്ന പേരിലാണ് അത് ഇറക്കിയിട്ടുള്ളത്. അത് ഇത് എങ്ങനെയാണ് ഇറക്കിയിട്ടുള്ളത് മനസ്സിലായത്? ഒരു 10 ടാബ്ലോയിഡ് ടൈപ്പിലാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. അതായത് ഈ രീതിയിലാണ് മാസിക മനസ്സിലായില്ലേ? അത് ഈ പുസ്തക ലേഖനം പറഞ്ഞാൽ യോഗ ഹിന്ദുത്വത്തിന്റെ ഭാഗം തന്നെ. അതായത് യോഗയൊക്കെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ബുള്ളറ്റിനാണ്. അതിനെ രീതിയിൽ ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്ന രീതിയിലാണ് ഈ ബുള്ളറ്റിൻ ഇറങ്ങിയത്. അപ്പം മനസ്സിലായില്ലേ? അപ്പം ഈ കേരളീയ ചരിത്രത്തിലെ അനേകം മാസികകൾ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് യുക്തിയുഗം എന്ന മാസിക. യുക്തിയുഗം വരുന്നത് 2013 യുക്തിയുഗം ഇറങ്ങുന്നത്. 2012 കോഴിക്കോട് യുക്തിയുഗ മാസിക ഈ രീതിയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അത് കുറെ ലക്കം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ രീതിയിലാണ് യുക്തിയുഗം മാസിക ഇറങ്ങുന്നത്. 2012 കോഴിക്കോട് സയൻസ് ട്രസ്റ്റിൻ്റെതായ ഒരു പ്രസിദ്ധീകരണം വേണമെന്ന് ആശയത്തിൽ തുടങ്ങിയ ഒരു അതായത് അതില് 2012 എന്ന് പറയുമ്പം ഈ അടുത്ത കാലത്താണ്. EA ജബ്ബാർ, വിനീതൻ, ഡോക്ടർ C വിശ്വനാഥൻ, ജോസഫ് വടക്കൻ എന്നിവരുടെയൊക്കെയാണ് ഇതിന് മുൻകൈ എടുത്തത്. ഈ മാസികയുടെ ഒരു വെച്ചാൽ ചിന്തിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് എന്നാണ് ഈ മാസികയുടെ ടാഗ്ലൈൻ. ഇതിന്റെ എഡിറ്റർ എന്ന് പറയുന്നത് ഡോക്ടർ C വിശ്വനാഥനാണ്. ഡോക്ടർ വിശ്വനാഥന്റെ അനേക ലേഖനങ്ങൾ ഇതിലുണ്ടാണ്. യോഗ ഒരു തട്ടിപ്പാണ് എന്നുള്ള ഈ മാസികയിലാണ് ഉള്ളത്. അറിവിന്റെ ചിന്താരീതി, അറിവ് സമ്പാദിക്കാനുള്ള മാർഗം ശാസ്ത്രത്തിന്റെ രീതിയാണ് എന്നുള്ള ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഈ ആധുനിക ശാസ്ത്രത്തെ കൂട്ടിപ്പിടിച്ചിട്ടുള്ള കപട ചികിത്സകൾക്കെതിരെയുള്ള ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. മതേതര അന്ധവിശ്വാസങ്ങൾ എന്ന രീതിയിൽ അതിൽ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ അനേകം ലേഖനങ്ങൾ ഈ ആധുനിക മീഡിയയിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു മാസികയെ കുറിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ആ മാസികയുടെ പേര് നിർണയം എന്നാണ്. നിർണയം. ഈ സമരോത്സവ യുക്തിവാദികൾ എന്നറിയപ്പെടുന്നവരെ ഒരു കാലഘട്ടത്തില് നക്സൽ പേര് ചുമത്തി ഇവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കുന്ന സ്വഭാവമാണ്. അതിനെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് നമ്മളെ MA ജോൺ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. അദ്ദേഹം അദ്ദേഹം സമരോത്സവ യുക്തിവാദിയാണ്. അദ്ദേഹം രൂപീകരിച്ച സംഘടനയാണ് റാഡിക്കൽ കോൺഗ്രസ് എന്ന ഈ റാഡിക്കൽ കോൺഗ്രസ് എന്ന യുക്തിവാദികൾ രാഷ്ട്രീയ പാർട്ടി എന്നാണ്. കേരളത്തില് അനേകം ശാഖകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം തുടങ്ങിയ മാസികയാണ് നിർണയം. അപ്പൊ ഈ മാസികയെ കുറിച്ച് പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ആ മാസികയുടെ ലക്കത്ത് പറഞ്ഞതാണ്: മതമാണ് രോഗം, വർഗീയത രോഗലക്ഷണമാണ്. അങ്ങനെ ഇങ്ങനെ ചെറുതായ അനേകം മാസികകളും ചിന്തകളും കൂടിയ ഒരു കേരളീയ സമൂഹത്തിലെ യുക്തിവാദ രംഗത്ത് അനേകം പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മളെ വിചാര വിപ്ലവത്തിന് തുടക്കം കുറിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. ഇത് ചരിത്രപരമായ അന്വേഷണമാണ്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങളത് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കാരണം നമുക്ക് തിരുത്തിയാണ് അറിവ് സമ്പാദിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.